ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ വേർഷൻ്റെ ഒരു ടോൺ ഡൗൺ വേർഷൻ. അതാണ് Scram411. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു പേർപ്പസ് ബിൽട്ടാണ്, പ്ലസ് ഒരു റോഡ് ബൈക്കും കൂടിയാണ്. ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി സ്പെക്കിലൊക്കെ കുറേ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ റെഡി സെറ്റ് സ്ക്രാമിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ചാസി നോക്കാം. നമ്മൾ ഹിമാലയനിൽ കണ്ടിരുന്ന സെയിം ഹാഫ് ഡ്യൂപ്ലെക്സ് സ്പ്ലിറ്റ് ക്രാഡിൽ തന്നെയാണ് ഇതിൻ്റെ ചാസി വരുന്നത്. അതിൽ മൗണ്ട് ചെയ്തിട്ടുള്ള എൻജിൻ എന്ന് പറയുന്നത് 411cc തന്നെയാണ്. അത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SOHC എയർ ഓയിൽ കൂൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഇതിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ 6500 RPM നമുക്ക് വരുന്നത് 24.3 bhp, 4250 4500 RPM നമുക്കിതിന് വരുന്നത് 32 Nm ടോർക്കുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 78 mm × 86 mm ആണ് ഇതിൻ്റെ ബോർ സൈസ് വരുന്നത്. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ 9.5:1 ആണ്. ഇതിൻ്റെ ഐഡിൽ RPM എന്ന് പറയുന്നത് 1300 ആണ്. ഇതിൻ്റെ ലൂബ്രിക്കേഷൻ വരുന്നത് വെറ്റ് സമ്പാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് സെമി സിന്തറ്റിക് 15W15 എൻജിൻ ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് വെറ്റ് മൾട്ടി പ്ലേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 5 സ്പീഡ് കോൺസ്റ്റൻറ്റ് മെഷാണ് വരുന്നത്. ഇതിൻ്റെ ഇഗ്നിഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രസ് സ്റ്റാർട്ടാണ് വരുന്നത്, ഇലക്ട്രോണിക് പ്രസ് സ്റ്റാർട്ടാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചൊന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് 41 mm ഫോക്കിൽ 190 mm ട്രാവലുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. റിയറിൽ വരുമ്പോൾ ഇത് മോണോഷോക്കാണ്, ഹിമാലയനിൽ വരുന്ന പോലെ തന്നെ മോണോഷോക്കാണ്. ഇതിന് 180 mm ട്രാവലാണ്, വീൽ ട്രാവലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മുടെ ടയറിലോട്ട് പോകാം. ഫ്രണ്ടും ബാക്കും റോയൽ എൻഫീൽഡ് ഇതിന് കൊടുത്തിട്ടുള്ളത് C8 ടയേഴ്സാണ്. ഫ്രണ്ട് നമുക്ക് 100, 90, 19. റിയറിൽ വരുമ്പോൾ നമുക്ക് 120, 90, 17 ടയർ സൈസുകൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് കിടക്കുന്നത് ഇതിൻ്റെ ബ്രേക്കിലോട്ടാണ്. ഇതിന് ഫ്രണ്ടിൽ വരുന്നത് വെന്റിലേറ്റഡ് ഡിസ്കോട് കൂടിയ 2 പിസ്റ്റൺ കാലിപ്പറുള്ള 300 mm ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നേരെ പിന്നിലോട്ട് വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് ഡിസ്ക് തന്നെ 240 mm തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് ഇതിന് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഡ്യുവൽ ചാനൽ ABS ഉള്ള വണ്ടിയാണ്. ഒരു ഡ്രോബാക്ക് നമ്മുടെ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിയറിലത്തെ ABS നമുക്ക് ഓഫാക്കാൻ സാധിക്കില്ല. ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുമ്പോൾ 1455 mm ആണ് വരുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 200 mm ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് 795 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ്സാണ് വരുന്നത്, 2 സീറ്റായിട്ടാണ് വരുന്നത്. ഇതിന് സിംഗിൾ സീറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 185 kgs ഉള്ളൂ. ഹിമാലയനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 199 ആണ്, ഇതിന് 185 വരുന്നത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് സൈസ് എന്ന് പറയുന്നത് 15 ലിറ്റേഴ്സാണ്, 15 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇനി എസ്തെറ്റിക്കലി ഉള്ള ഡിഫറൻസസ് ആണ്, അതായത് ഹിമാലയനും നമ്മുടെ സ്ക്രാമും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മളിനി സംസാരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വീലിൻ്റെ ഇതുമ്പോൾ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ചെറിയ കളറിൻ്റെ ഒരു കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കാണാൻ സാധിക്കും. അത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ടാവും. നമ്മുടെ ഹിമാലയനിൽ നമുക്ക് 2 മഡ് ഗാർഡ് ഉണ്ടായിരുന്നു, ഒന്ന് ഹൈ മഡ് ഗാർഡും ഒന്ന് ലോ മഡ് ഗാർഡും. ഇത് ഒരു ഡെഡിക്കേറ്റഡ് ഓഫ് റോഡർ അല്ലാത്തതുകൊണ്ട് ഇതിന് ലോ മഡ് ഗാർഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് ഫൈബറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മീതേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ക്ലിയർ ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഡേ ലൈറ്റ് റണ്ണിങ് മിറർ നമുക്ക് LED ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് അതിൻ്റെ ഒരു ലുക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റലിൻ്റെ ഒരു സാധനമാണ്, മെറ്റലിൻ്റെ ഒരു കവറിങ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ നമുക്ക് കാണാം. ഇനി അതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റലാണ് പ്ലസ് ഒരു അനലോഗ് മീറ്ററാണ് ഇത് വരുന്നത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കിലോമീറ്റേഴ്സ് ഉണ്ട്, പ്ലസ് ഗിയർ പൊസിഷനിങ് ഉണ്ട്, പിന്നെ ടൈം ഉണ്ട്, സർവീസ് ഇൻ്റർവെൽസ് കാണിക്കും, പിന്നെ എല്ലാ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് Scram411 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ മുന്നിലോട്ട് വരുമ്പോൾ ഈ വാഹനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ഇതിന് ഒരു USB ചാർജർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹിമാലയനിലും ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമുക്കൊരു USB ചാർജർ ഈ വാഹനത്തിന് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള റോയൽ എൻഫീൽഡിൽ കാലങ്ങളായിട്ട് വന്നിട്ടുള്ള സെയിം ടൈപ്പ് ഓഫ് ഡയൽസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതാക്കിയാണ് അതിൻ്റെ ഡയൽസ് വരുന്നത്.
പിന്നെ ഇതിന് ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പോർഷനിൽ ഉള്ളത്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഹാൻഡ് ഗാർഡുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹാൻഡ് ഗാർഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു അലുമിനിയം ഫിനിഷിൽ ഒരു പ്ലാസ്റ്റിക് ഹാർഡ് പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഹാൻഡ് ഗാർഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു കഴിഞ്ഞ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ഹാർഡ് പ്ലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത്. കുറേ R&D ഒക്കെ കഴിഞ്ഞ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഭംഗിയിൽ, അതായത് റോയൽ എൻഫീൽഡ് വാഹനങ്ങളിൽ ഇങ്ങനത്തെ ഹാൻഡ് ഗാർഡ്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവണത് അതുകൊണ്ട് മാത്രമാണ്. ഇതിന് 2550 രൂപയാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ കമ്മിങ് ടു ദ പോയിന്റ്, ലൈക്ക് നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് സ്ക്രാമിൻ്റെ ബാഡ്ജിങ് കൂടി ഉണ്ടായിരിക്കും. പിന്നെ പിന്നിലോട്ട് വരുമ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡ് ഹിമാലയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രാബ് റെയിൽ, പിന്നിലുള്ള ഗ്രാബ് റെയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 24,000 റുപ്പീസ് പ്ലസ് മന്ത്ലി നിങ്ങൾക്ക് ഒരു 7777 നിങ്ങൾക്ക് ചിലവാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനെ കുറിച്ച് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സ്ക്രാമിനെ കുറിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടായിരുന്നു, അറിയുന്നതുണ്ടായിരുന്നു. അറിയാത്ത കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബട്ടണില്ലേ മുകളിൽ, അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ പേര് ഫ്രാൻസിസ്, ടാക്സ്ബൈക്സ് റോയൽ എൻഫീൽഡ് DP ആണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ഗുഡ് ബൈ.